ഗർഭിണിയായ മരുമകൾ വേഴ്സസ് വന്ധ്യയായ മരുമകൾ ഭാഗം 2-ൽ വിഷം ചേർത്ത പാൽ കുടിച്ച് ഗർഭിണിയായ കവിത വയറുവേദന സഹിക്കാൻ വയ്യാത്ത കാരണം വിവാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അവിടെ ഡോക്ടർ എല്ലാ റിപ്പോർട്ടുകളും പരിശോധിച്ചതിനു ശേഷം ഓപ്പറേഷൻ വേണ്ടിവരുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അമ്മയും കുഞ്ഞും രക്ഷപ്പെടും എന്നും പറയുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് BP കൂടിയതുകൊണ്ട് അവളെ ഐസിയുവിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയം അവിടെ കറണ്ട് പോയി. സെക്യൂരിറ്റി ജനറേറ്റർ ഓൺ ആക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് ഓൺ ആകുന്നില്ല. അതിനുശേഷം എന്ത് സംഭവിക്കുന്നുവെന്ന് ഗർഭിണിയായ മരുമകൾ വേഴ്സസ് വന്ധ്യയായ മരുമകൾ ഭാഗം 3-ൽ നമുക്ക് കാണാം. കവിതയെ വിവാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അവിടെ ശക്തമായ മഴ, ഇടിമിന്നൽ എന്നിവ ഉണ്ടായി. സെക്യൂരിറ്റി അരമണിക്കൂറിൽ കൂടുതലായി ജനറേറ്റർ ഓൺ ആക്കാൻ പരിശ്രമിക്കുന്നു. പക്ഷേ അത് ഓൺ ആകുന്നില്ല. ഐസിയുവിൽ കിടക്കുന്ന കവിതയുടെ കാര്യം ആലോചിച്ച് ഡോക്ടർ വളരെ പരിഭ്രാന്തനായി. സെക്യൂരിറ്റി ഒരുപാട് നേരം പരിശ്രമിച്ചു ക്ഷീണിതനായി. ഇനിയൊരു പ്രയോജനവും ഇല്ല എന്ന് കണ്ട് അയാൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ല സാറേ. ഞാൻ വളരെയധികം പരിശ്രമിച്ചു, പക്ഷേ ജനറേറ്റർ ഓൺ ആവുന്നില്ല. മെക്കാനിക്കിനെ വിളിക്കേണ്ടി വരും. വേഗം വിളിക്കൂ. അയാൾ എവിടെയാണെങ്കിലും ഇങ്ങോട്ട് വേഗം വരാൻ പറയൂ. വേണമെങ്കിൽ 500 രൂപ അധികം കൊടുക്കാം. ശരി സാർ. അങ്ങനെ സെക്യൂരിറ്റി മെക്കാനിക് രാജുവിനെ ഫോൺ വിളിച്ചു. വളരെ ശാന്തനായി ഉറങ്ങുകയായിരുന്നു. മൊബൈൽ ഫോൺ അയാളുടെ അടുത്ത് തന്നെ വച്ചിട്ടുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ കുറെ അടിച്ചു. എങ്കിലും ഉറങ്ങുന്നത് കാരണം അയാൾക്ക് ആ ശബ്ദം കേൾക്കുന്നില്ല. സെക്യൂരിറ്റി ഫോൺ ചെയ്ത് വളരെ ക്ഷീണിതനായി. മെക്കാനിക് രാജു ഫോൺ എടുക്കുന്നുമില്ല. രാജു ഫോൺ എടുക്കാതെ സുഖമായി ഗാഠനിദ്രയിലായിരുന്നു. മെക്കാനിക്ക് രാജു ഫോൺ എടുക്കുന്നില്ല സാർ. മഴ പെയ്യുവല്ലേ, കൂടിച്ച് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഈ വിവരം കേട്ട് ഡോക്ടർ അരവിന്ദ്, മനോഹർ എന്നിവർ വളരെയധികം പരിഭ്രമിച്ചു. അവരോട് ശാന്തമായി ഇരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഡോക്ടർ ഐസിയുവിൽ കവിതയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ഒരു ടോർച്ചും പിടിച്ചുകൊണ്ട് കവിതയുടെ അടുത്ത് നേഴ്സ് നിന്നിരുന്നു. ഒരു അനക്കവുമില്ലാതെ കവിത കിടന്നുറങ്ങുകയായിരുന്നു. ഡോക്ടർ കവിതയുടെ ഹാർട്ട് ബീറ്റ്, പൾസ്, BP എന്നിവ ചെക്ക് ചെയ്തു. എല്ലാം നോർമലായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ കുറച്ച് ആശ്വസിച്ചു. എങ്കിലും കവിതയുടെ ജീവൻ അപകടത്തിലാണെന്ന ഡോക്ടർക്ക് നല്ലപോലെ അറിയാമായിരുന്നു. റിസ്ക് എടുക്കുന്നത് തീരെ ശരിയല്ല എന്ന് ഡോക്ടർക്ക് അറിയാമായിരുന്നു. ഇപ്പൊ കുറച്ച് നോർമലാണെന്നുള്ളത് ശരിയാണെങ്കിലും കൃത്യസമയത്ത് കറണ്ട് വന്നില്ലെങ്കിൽ പ്രോബ്ലം ആയേക്കാം. അങ്ങനെയാണെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഡോക്ടർ തിരിച്ചു മുറിയിലേക്ക് വന്നു. ഇപ്പോൾ അരവിന്ദും മനോഹറും ഡോക്ടറും അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഇങ്ങനെ പറയുന്നു: കവിതയെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അതാണ് നല്ലത്. നമ്മുടെ ഹോസ്പിറ്റലിൽ എപ്പോൾ കറണ്ട് വരുമെന്ന് അറിയില്ല. അതുകൂടാതെ ജനറേറ്ററും ഓൺ ആവുന്നില്ല. ഇപ്പോൾ എല്ലാം നോർമലാണ്. ഓക്സിജൻ ഇല്ലാതെ ബ്രീത്തിങ് പ്രോബ്ലം വന്ന് കൂടുതൽ മോശം സാഹചര്യം വരാനുള്ള ഇട കൊടുക്കരുത്. അതിനു മുന്നേ തന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഡോക്ടർ പറയുന്നത് കേട്ട് അരവിന്ദും മനോഹറും അതുപോലെ ചെയ്യുവാൻ സമ്മതിച്ചു. കവിതയ്ക്കും കുട്ടിക്കും ഒരാപത്തും വരരുത്, രണ്ടുപേരും ജീവനോടെ ഇരിക്കണം. ഇങ്ങനെ വിചാരിച്ച് അവർ രണ്ടുപേരും ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യുവാൻ സമ്മതിച്ചു. അങ്ങനെ കവിതയെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. ആംബുലൻസ് അവിടെ നിന്നും പുറപ്പെട്ടു. കടുത്ത ഇടിമിന്നലും കാറ്റും കാരണം മഴ കൂടുതൽ ശക്തിപ്പെട്ടു. എങ്കിലും പേടികൂടാതെ ഡ്രൈവർ വണ്ടി മുന്നോട്ട് കൊണ്ടുപോയി. മഴ കാരണം റോഡിൽ മുഴുവൻ വെള്ളം നിറഞ്ഞതിനാൽ എവിടെയാണ് കുണ്ടും കുഴിയും, എവിടെയാണ് സ്പീഡ് ബ്രേക്കർ എന്നിവയൊന്നും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ വഴിയിലെ ഒരു സ്പീഡ് ബ്രേക്കർ കാണാതെ ഡ്രൈവർ വണ്ടി വളരെ വേഗത്തിൽ ഓടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ആംബുലൻസിന്റെ കിടക്കയിൽ നിന്ന് വളരെ ശക്തിയായി അവൾ താഴെ വീണു. ഉടനെ അമ്മയെന്ന് വിളിച്ച് കവിത നിലവിളിക്കാൻ തുടങ്ങി. ആംബുലൻസിൽ കവിതയുടെ അടുത്തിരുന്ന് മനോഹർ അവളെ സമാധാനിപ്പിച്ചു. നോക്കൂ, വളരെ വേദനിക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സമാധാനമായിരിക്കൂ കവിത, നമ്മൾ കുറച്ചു നേരം കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തും. ഏയ് ഡ്രൈവർ, കുറച്ച് വേഗത്തിൽ വിടൂ. ഡ്രൈവർ മഴയും ശക്തമായ കാറ്റും ഒന്നും വകവയ്ക്കാതെ ഹോസ്പിറ്റലിൽ എത്താനുള്ള ഒരേ ഒരു ചിന്തയിൽ വണ്ടി വേഗത്തിൽ വിടുന്നു. ആംബുലൻസിന്റെ ഉള്ളിൽ വേദന സഹിക്കാൻ വയ്യാതെ കവിത വിഷമിക്കുന്നത് കണ്ടപ്പോൾ മനോഹർ വളരെയധികം പരിഭ്രാന്തനായി. ഒരു വശത്ത് ആകാശത്ത് ശക്തമായ ഇടിമിന്നലും ശക്തമായ കാറ്റും, ഭൂമിയിലാകട്ടെ കനത്ത മഴയും. ഇടിമിന്നൽ കേട്ട് പരിഭ്രമിച്ച് ആംബുലൻസ് ഡ്രൈവർ ആംബുലൻസിന് സ്റ്റിയറിംഗിൽ അവിടെയും ഇവിടെയും തിരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു. അങ്ങനെ ആംബുലൻസിന്റെ ചക്രം വലിയൊരു കുഴിയിൽ വീണു. കാര്യം എന്താണെന്ന് നോക്കുവാൻ ആംബുലൻസ് ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കി. വലിയൊരു കുഴിയിൽ വീണ് എന്ന് അയാൾക്ക് മനസ്സിലായി. സാർ, ആംബുലൻസിന്റെ ചക്രം ഒരു കുഴിയിൽ വീണിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് എടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. താങ്കൾ ഭാര്യയും കൊണ്ട് കുറച്ചു ദൂരം അങ്ങോട്ട് നടക്കൂ, അപ്പോൾ ഹോസ്പിറ്റലിലെത്താം. അതേസമയം തന്റെ വീട്ടിലിരുന്ന് TV കണ്ട് ആസ്വദിക്കുകയായിരുന്നു അമ്മായി അച്ഛൻ രമേശ്. രജിത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോൺ പോലും വന്നില്ലല്ലോ.
കവിതയ്ക്ക് എങ്ങനെയുണ്ടാവോ? ഒന്നും അറിയാൻ കഴിയുന്നില്ല. ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഒരു സ്ലീപ്പിംഗ് ടാബ്ലറ്റ് കഴിക്കാം. അങ്ങനെയാകുമ്പോൾ ഒന്നും ചിന്തിക്കാതെ വേഗമൊന്ന് കിടന്നുറങ്ങാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫോൺ അടിച്ചു. ആരാണ് വിളിക്കുന്നത് എന്ന് കവിത നോക്കി. മോം കോളിംഗ് എന്ന് കാണിക്കുന്നു. അവളുടെ അമ്മയാണ് വിളിക്കുന്നത്. ഓ, എന്നെക്കൊണ്ട് ഈ മഹാഭാവമൊക്കെ ചെയ്യിച്ചിട്ട് അമ്മയ്ക്കിപ്പോൾ എന്താ അറിയാനാ? കാര്യങ്ങൾ അറിയാൻ എന്നേക്കാൾ കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അമ്മ എന്ന് തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രജിത ഫോൺ എടുക്കുന്നു. എന്താ അമ്മേ പ്രശ്നം? പറയ്. എന്തെങ്കിലും വിവരം അറിഞ്ഞോ മകളെ? അവൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? രണ്ടുമല്ല, ഒരു വലിയ മണ്ണാങ്കട്ട. ഒന്നുമില്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടാകും, അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാകും. ഇത് രണ്ടുമല്ല, മണ്ണാങ്കട്ട ഉണ്ടായി എന്നതിന്റെ അർത്ഥം എന്താണ്? ഇതുവരെ ഒന്നും അറിഞ്ഞില്ല അമ്മേ. എന്തെങ്കിലും അറിഞ്ഞാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞതല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഫോൺ ചെയ്യാതിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ആ ഫോണൊന്ന് വിളിച്ച് അന്വേഷിച്ചൂടെ? അങ്ങനെ ചോദിക്കുമ്പോ നിനക്ക് കവിതയോട് വല്ലാത്ത സ്നേഹമാണെന്ന് അവർക്ക് മനസ്സിലാകും. ഓക്കെ അമ്മേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാം. ഇങ്ങനെ പറഞ്ഞ് രജിത ഫോൺ വെക്കുന്നു. ഇപ്പോൾ രജിതയുടെ അമ്മ ശകുന്തള ദേവി ആശ്ചര്യത്തോടെ പറയുന്നു, ഇത് എന്റെ മകൾ തന്നെയാണോ? ഇങ്ങനെ ഒരു ഉഷാറില്ലാതെ സംസാരിക്കുന്നു. 2-3 വാക്കുകൾ പറഞ്ഞ് വേഗം ഫോൺ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞ് ശകുന്തള ദേവി സങ്കടപ്പെടുന്നു. ഈ സമയം അരവിന്ദൻ തന്റെ അമ്മ സുഭദ്രയെയും കൊണ്ട് ബൈക്കിൽ വീട്ടിലെത്തുന്നു. വളരെ വിശപ്പ് അനുഭവപ്പെട്ടതിനാൽ സുഭദ്ര ഡൈനിങ് ടേബിളിന്റെ അടുത്ത് ചെന്നിരുന്നു. എന്നിട്ട് തന്റെ ഭർത്താവിനെ നോക്കുന്നു. തന്റെ ഭാര്യ അവിടെ വന്നിരിക്കുന്നത് കണ്ട രമേശ് TV ഓഫ് ചെയ്ത് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നു. കവിതയെയും കൊണ്ട് പെരുമഴയത്ത് ഹോസ്പിറ്റലിലേക്ക് നടക്കുന്ന മനോഹറിന്റെ കാൽ ഒരു വലിയ കല്ലിൽ തട്ടി അവൻ റോഡിൽ താഴെ വീഴുന്നു. അപ്പോൾ കവിതയും താഴേക്ക് വീഴുന്നു. ഇപ്പോൾ കവിത വളരെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ഹോ ഭഗവാനേ! ഇങ്ങനെ കവിത നിലവിളിക്കാൻ തുടങ്ങി. കവിതയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. കവിതയുടെ നിലവിളി കേട്ട് കുറച്ചപ്പുറത്തായി വീണ് കിടന്നിരുന്ന മനോഹർ പിടഞ്ഞെഴുന്നേറ്റു. കവിതയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എത്ര വിളിച്ചിട്ടും കവിത കണ്ണുകൾ തുറക്കുന്നില്ല. ഒട്ടും നേരം കളയാതെ വീണ്ടും അവളെയും എടുത്തുകൊണ്ട് മനോഹർ കൃഷ്ണ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. അവിടെ സ്ട്രക്ചർ കൊണ്ടുവന്ന് കവിതയെ അതിൽ കിടത്തി. ഹോസ്പിറ്റൽ മുറിയിലേക്ക് കൊണ്ടുപോയി. ലേഡി ഡോക്ടർ വന്ന് കവിതയെ നോക്കി. ഐ ആം വെരി സോറി, ഷീ ഈസ് നോ മോർ. ഇത് കേട്ട് മനോഹർ ദുഃഖത്തോടെ കരയുവാൻ തുടങ്ങി. ഇപ്പോൾ ലേഡി ഡോക്ടറും നഴ്സും അവിടെ നിന്ന് പോയി. എന്റെ ദൈവമേ, എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്തെങ്കിലും ചെയ്ത് എന്റെ ഭാര്യയെയും കുട്ടിയെയും രക്ഷിക്കൂ. എന്തിനാണ് താങ്കൾ ഭക്തന്മാരോട് ഇങ്ങനെ കരുണയില്ലാതെ പെരുമാറുന്നത്? ഇങ്ങനെ മനോഹർ കരയാൻ തുടങ്ങി. 4 വശവും കൂരാകൂരിരുട്ട്. പെട്ടെന്ന് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. പെട്ടെന്ന് ഭൂമി നിശ്ചലമായ പോലെ ക്ലോക്ക് സൂചികൾ പെട്ടെന്ന് നിലച്ചുപോയി. അതോടൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നലും കാറ്റും മഴയും പെട്ടെന്ന് നിന്നു. അപ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് കത്തിജ്വലിക്കുന്ന ഒരു തീഗോളം പ്രത്യക്ഷപ്പെട്ടു. അത് കവിതയുടെ ശരീരത്തിലേക്ക് കയറിപ്പറ്റി. കവിത പെട്ടെന്ന് ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി. അമ്മേ, ദുർഗാദേവി! ഇങ്ങനെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കവിത കണ്ണുകൾ തുറന്നു. ഭൂമി വീണ്ടും ചലിക്കുവാൻ തുടങ്ങി. ക്ലോക്കിലെ സൂചി വീണ്ടും ചലിക്കുവാൻ തുടങ്ങി. വീണ്ടും ശക്തമായ മഴ ആരംഭിച്ചു. ലേഡി ഡോക്ടറും നഴ്സും ഓടിവന്ന കവിതയെ റൂമിലേക്ക് കൊണ്ടുപോയി. ഇതുകൊണ്ട് മനോഹറിന് വളരെയധികം സന്തോഷമായി. അരമണിക്കൂറിന് ശേഷം സ്പെഷ്യൽ ബെഡ്റൂമിൽ കവിത വിശ്രമിക്കുന്നുണ്ടായിരുന്നു. കവിതയുടെ അടുത്ത് മനോഹർ, അരവിന്ദ്, സുഭദ്ര ഈ 3 പേരുമുണ്ടായിരുന്നു. അമ്മയും കുട്ടിയും സുരക്ഷിതരാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട് സുഭദ്രയ്ക്കും അരവിന്ദിനും സന്തോഷമായി. ഈ വിവരമറിഞ്ഞ് രജിത വീട്ടിൽ പരിഭ്രമിച്ചിരിക്കുന്നു. വിഷം കലർത്തിയ പാൽ കുടിച്ചിട്ടാണ് കവിതയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുമോ? പേരാരറിഞ്ഞില്ലെങ്കിലും കവിതയ്ക്ക് അറിയാമല്ലോ. ഞാൻ എന്റെ കൈകൊണ്ടാണല്ലോ കവിതയ്ക്ക് പാലെടുത്തു നൽകിയത്. ഇനി ഞാൻ കവിതയുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇങ്ങനെ പറഞ്ഞ് രജിത വളരെ ദുഃഖിക്കുന്നു. ഇതിനുശേഷം എന്തുണ്ടാകും എന്ന് ഗർഭിണിയായ മരുമകൾ വേഴ്സസ് വന്ധ്യയായ മരുമകൾ ഭാഗം 4 നമുക്ക് കാണാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.